സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. DVSP ദേവിക വിളിച്ച് ഋഷിയെ കാണാതായതുമായി ബന്ധപ്പെട്ട കേസിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. ഫോണിലൂടെയായിട്ട് മൊത്തം കാര്യങ്ങളും പറയുന്നില്ല. ആ ഒരു കോള് കിട്ടിയതിന് ശേഷം DVSPക്ക് 100 കൂട്ടം സംശയങ്ങൾ തോന്നുന്നു. ഇനി നന്ദൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമോ, അതോ ഇനി ഋഷിയെപ്പറ്റി എന്തെങ്കിലും തെളിവോ അല്ലെങ്കിൽ നേരിട്ട് കാണിയെങ്ങാനും ചെയ്ത് കാണുമോ, അങ്ങനെയുള്ള സംശയം കാരണം നേരിട്ട് വന്ന് ബെല്ലയും കെവിനെയും കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് DVSP. അങ്ങനെ അതൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ബെല്ലയും അതുപോലെ കെവിനും ചന്ദ്രോത്ത് വീട്ടിലേക്ക് നന്ദനെ കാണാനായിട്ട് പോകുന്നത്. നന്ദനെ കാണാൻ ദേവിക വന്നതും അങ്ങനെ നന്ദൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പ്രഭാവതി ആകട്ടെ നന്ദനാകട്ടെ കെവിനെ ഇസബെല്ലയെ ഒന്നും വിളിച്ചു പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സത്യങ്ങൾ ദേവിക അറിഞ്ഞിട്ടുണ്ടെന്ന് ഇവർക്കിട്ട് അറിയത്തുമില്ല. ദേവികയോട് സത്യങ്ങൾ തുറന്നു പറയട്ടെ എന്ന് 100 തവണ ഇസബെല്ലയോടും കെവിനോടും നന്ദൻ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കാൻ എന്നെ കൊണ്ടാകില്ല. ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേവികയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറും. പ്രശ്നങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. എങ്കിലും ഈ സത്യങ്ങൾ ഇനിയും തുറന്നു പറയണം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഞാൻ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. ആ സാഹചര്യത്തിൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്ത് വീണ്ടും പഴയ നന്ദനും ദേവികയായി മാറുമെന്ന് പേടിച്ചിട്ടാണ് ബെല്ല അവോയ്ഡ് ചെയ്യുന്നത്. അങ്ങനെ നന്ദനും ദേവികയും പിണങ്ങി നിൽക്കുന്നു എന്നുള്ള സന്തോഷത്തിൽ ചന്ദ്രോത്തേക്ക് കയറി വരുന്ന ബെല്ലയെ ഞെട്ടിച്ചുകൊണ്ടാണ് പ്രഭാവതിയും അതുപോലെ നന്ദനും സിദ്ധുവും. മാത്രമല്ല അവിടെ ദേവികയും നിൽപ്പുണ്ട്. ദേവികയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഋഷി കൊലപാതക കേസ് മറയ്ക്കാൻ സഹായിച്ചതിൻ്റെ പേരിനാണ് ഇസബെല്ലയോടും കെവിനോടും ഇത്രയധികം സ്നേഹവും അടുപ്പവും കാണിക്കുന്നത്. അവരുടെ സപ്പോർട്ടും പിന്തുണയും ഒന്നുകൊണ്ട് മാത്രമാണ് നന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവികയ്ക്ക് ഇസബെല്ലയോടുള്ള ദേഷ്യം കുറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും മാറിയെന്നല്ല. ദേവികയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ബെല്ലയുടെ ഉദ്ദേശം നന്ദനെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നന്ദൻ്റെ പിന്നാലെ സ്നേഹം കാണിച്ച് നടക്കുന്നത് എന്നുള്ള കാര്യം. പക്ഷേ അതൊന്നും നന്ദന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നന്ദൻ 100 കൂട്ടം ടെൻഷൻ്റെ പുറത്ത് നടക്കുന്നത് കൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം അറിയാം. ബെല്ലയുടെ ഈ അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യമെടുപ്പാണ് ദേവികയെ ആദ്യമൊക്കെ ചൊടിപ്പിച്ചിരുന്നത്. അതിൻ്റെ പിന്നിൽ ഇത്രയധികം ഫ്ലാഷ് ബാക്ക് ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദേവിക തിരിച്ചറിയുന്നത്. അപ്പം ദേവികയെ കണ്ട് ബെല്ല ആകെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, ദേവിക എപ്പോൾ വന്നു? വീട്ടിൽ നിന്ന് പോയെന്നൊക്കെ നന്ദു പറഞ്ഞായിരുന്നല്ലോ, അതെന്താ ബെല്ല? എനിക്ക് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ലേ? ലീഗലി ഇപ്പോഴും ഞാനും നന്ദു വേർപിരിഞ്ഞിട്ടില്ല. എൻ്റെ ഭർത്താവ് തന്നെ നന്ദൻ. നന്ദൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് മറ്റാരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അച്ഛനും അമ്മയ്ക്കും നന്ദനും ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ. അത് കേട്ട് ബെല്ല അങ്ങ് വല്ലാതെ ആകുന്നുണ്ട്. മാത്രമല്ല കെവിനും. അപ്പം കെവിൻ ചോദിക്കുന്നു, നന്ദൻ എന്തി? അവൻ മേളിൽ റൂമിൽ കിടക്കുക, നന്ദനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അവരാണെങ്കിൽ മേലേക്ക് പോകുന്ന സമയത്ത് പ്രഭാവതി ദേവികയോടും അതുപോലെ സിദ്ധുവിനോടുമായിട്ട് പറയുന്നുണ്ട്, ദേവികയോട് സത്യങ്ങൾ നന്ദു തുറന്നു പറഞ്ഞെന്നുള്ള കാര്യം തൽക്കാലം അവരറിയണ്ട. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ നന്ദുവിൻ്റെ ഭാര്യയല്ലേ. അത് വെച്ചല്ല മോളെ പറഞ്ഞത്. നന്ദനെ അവർ ഒരുപാട് സഹായിച്ചിരുന്നു. മാത്രമല്ല നന്ദനോട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം വീട്ടിൽ എന്നോട് പോലും പറയാൻ പാടില്ലെന്ന്. മറ്റുള്ളവരറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ല നാളെയെങ്കിൽ ആ സത്യം പുറത്തെത്തും എന്നൊക്കെ പേടിച്ചിട്ടാ അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ബെല്ലയെ മോള് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ബെല്ലയും നന്ദനും തമ്മിൽ യാതൊരു അവിഹിത ബന്ധവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള അടുപ്പം മാത്രമേ ഉള്ളൂ. അവൻ്റെ മനസ്സിൽ അന്നും ഇന്നും ദേവിക മോള് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അതേസമയം നന്ദനെ കണ്ട് ഇസബെല്ലയും കെവിനും ചോദിക്കുന്നു, എപ്പോഴാണ് ദേവിക വന്നത്? ദേവികയായിട്ടുള്ള പ്രശ്നമൊക്കെ ഒത്തുതീർപ്പായോ? അതോ ഇനി ദേവികയുടെ അച്ഛനെ നന്ദൻ ആക്രമിച്ചതിൻ്റെ പേര് ചോദ്യം ചെയ്യാൻ വന്നതാണോ? ദേവിക വന്നത് അച്ഛനെ ഞാൻ എന്തിനാ ഉപദ്രവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാ. അച്ഛനെ ഉപദ്രവിച്ചതിൻ്റെ പേര് അവൾ ഒരുപാട് ചൂടായോ? അതിൻ്റെ പേര് മിക്കവാറും വിരട്ടി കാണുമല്ലോ. ബന്ധം ഒഴിയാൻ ഇപ്പം തന്നെ നോട്ടീസ് അയക്കാമെന്ന് ബെല്ല പറഞ്ഞത് സത്യം തന്നെയാണ്. അച്ഛനെ ആക്രമിച്ചതിൻ്റെ പേര് ഞാൻ മനഃപൂർവ്വം അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് തന്നെയാണ് ദേവിക ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ തല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അമ്മയും അച്ഛനൊക്കെ ചേർന്ന ദേവികയെ പിടിച്ചു മാറ്റിയത്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് നല്ലൊരു അടി കിട്ടുകയും ചെയ്തു. എന്നിട്ട് എന്തായി നന്ദ? ദേവികയുടെ തെറ്റിദ്ധാരണയൊക്കെ നീ പറഞ്ഞു മാറ്റാൻ ശ്രമിച്ചോ? ഒരുവിധം ശ്രമിച്ചു. പക്ഷേ അവൾക്ക് എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ബെല്ല, അതെന്തായാലും നന്നായി. ഇനി വിശ്വസിക്കാനിട്ട് പോകുന്നുമില്ല. ഇപ്പോഴുള്ള ഈ അകൽച്ച പൂർണ്ണമായിട്ടും അകലാൻ എന്ത് വേണമെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ കെവിൻ ചോദിക്കുന്നു, ബെല്ല എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല.
പിന്നെ നന്ദ, നീ ഒരു കാര്യം അറിഞ്ഞോ? ദേവിക പാപ്പനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഋഷിയെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ദേവികയ്ക്ക് DVSPയോട് നേരിട്ട് പറയണം എന്നും പറഞ്ഞാ വിളിച്ചതെന്ന്. പാപ്പന് നല്ല പേടിയുണ്ട്. ഇനി സത്യങ്ങളെങ്ങാണോ അറിഞ്ഞു കാണോ? ദേവികയോട് നീ എന്തെങ്കിലും തുറന്നു പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം ആകെ പേടിച്ചു വരേണ്ടി നിൽക്കുവാണ് നന്ദൻ. എന്തു പറയണം എന്നറിയാൻ വയ്യാതെ. അമ്മ പറഞ്ഞിട്ടുണ്ട് ദേവികയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കെവിനും ഇസബെല്ലയും തൽക്കാലം അറിയേണ്ട, അതൊരു വിശ്വാസവഞ്ചനയാണ്. മാത്രമല്ല കേസായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കെവിനും നന്ദനെ പോലെ തന്നെ കുറ്റം ചെയ്ത് കുറ്റം മറയ്ക്കാൻ കൂട്ടുന്നതിൻ്റെ പേരിൽ അവനും അകത്താകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേര് കേസും വഴക്കും ഒക്കെ ആകുവാണെങ്കിൽ കെവിൻ്റെ ഭാവിയെ അത് ബാധിക്കും. അങ്ങനെ മറ്റാരെയും ഉപദ്രവിക്കാൻ നന്ദനിട്ട് ആഗ്രഹമില്ല. ഇനി ചിലപ്പം ദേവിക എല്ലാം പാപ്പനോട് തുറന്നു പറഞ്ഞു കാണുമോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ടടാ, കാണാതായി കുറേ നാളായില്ലേ, അന്വേഷണത്തിൻ്റെ പുരോഗതി അറിയാൻ വേണ്ടി വിളിച്ചതായിരിക്കും. ഒരുപക്ഷെ അല്ലെങ്കിൽ പോലും കെവിനെ നീ പേടിക്കണ്ട. സത്യം പുറത്തു വരുവാന്നുണ്ടെങ്കിൽ നിനക്കോ ബെല്ലയ്ക്കോ യാതൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല. കുറ്റമെല്ലാം ഞാൻ സ്വയം ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത് കേട്ടിട്ട് ബെല്ലയ്ക്കും കെവിനും എന്തൊക്കെയോ സംശയം തോന്നി പരസ്പരം നോക്കുന്നുണ്ട്.